ഹലോ, നിങ്ങൾക്കേവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രാവശ്യം നമ്മുടെ പറമ്പിലെ കിളിച്ചുണ്ട മാവിൽ കുറച്ചേറെ മാങ്ങയുണ്ടായി. അത് ഞങ്ങൾ പറിക്കുന്നതും അതിൽ ചിലതെടുത്ത് ഞങ്ങളുടെ അമ്മച്ചിയുടെ വക ഒരു സ്പെഷ്യലായിട്ടുള്ള മാങ്ങ അച്ചാറിടുന്നത് നമുക്ക് കാണാം. നമ്മൾ അച്ചാറിടാൻ എടുക്കുന്ന മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കണം. ആ മാങ്ങ എടുത്തു വെക്കുന്ന പാത്രമാണെങ്കിലും നമ്മൾ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കുന്ന പാത്രമാണെങ്കിലും അത് ഒരു വെള്ളത്തിന്റെ അംശമൊന്നും കാണരുത്. മാങ്ങ പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നാമതായി ഇതിങ്ങനെ ചെയ്യുന്നത്. ഈ അച്ചാർ ഇടാനായിട്ട് കുറച്ച് വലിപ്പത്തിലാണ് മാങ്ങ അരിയേണ്ടത്. അരിഞ്ഞു വെച്ച മാങ്ങയിലേക്ക് എന്തെല്ലാം മസാലകളാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കല്ലുപ്പ്, കാശ്മീരി മുളക് പൊടി, ഉലുവ തരിതരായി പൊടിച്ചത്, കടുക് തരിതരായി പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, കായപ്പൊടി. നമുക്ക് ആദ്യം കല്ലുപ്പ് ചേർത്ത് ഇളക്കാം. നന്നായിട്ട് യോജിപ്പിക്കണം. അതിനുശേഷം നമ്മൾ പച്ചമണം മാറത്തക്ക രീതിയിൽ ചെറുതായിട്ട് ചൂടാക്കിയ കാശ്മീരി മുളക് പൊടി അതിലേക്ക് ഇളക്കുക. ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. എരിവ് വേണ്ടവർക്ക് സാദാ മുളക് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് തരിതര പൊടിച്ച ഉലുവ ചേർക്കുക. അതിനുശേഷം കടുക് ചൂടാക്കിയ തരിതര പൊടിച്ചതും ചേർക്കുക. പിന്നീട് ആവശ്യത്തിന് കായപ്പൊടിയും ചേർത്ത് ഈ കൂട്ടെല്ലാം ചേർത്ത് നന്നായിട്ട് ആ മാങ്ങയിലേക്ക് ഇളക്കി യോജിപ്പിക്കുക. ഒരു അരമണിക്കൂർ നേരം അതൊന്ന് അടച്ചു വെക്കുക. അതിന് ശേഷം വൃത്തിയുള്ളൊരു പാത്രത്തിൽ ഈ മാങ്ങ പ്ലേറ്റിലോട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമ്മൾ ഏകദേശം 2 മണിക്കൂർ നല്ല ഒരു വെയിലത്ത് വെക്കുക. പിന്നീട് നമ്മൾ ഈ മാങ്ങയിലേക്ക് അല്പം വിനാഗിരി ചേർക്കുക. ഞങ്ങളുടെ മാങ്ങയ്ക്ക് ഒട്ടും പുളി ഇല്ലാത്തത് കൊണ്ടാണ് വിനാഗിരി ചേർത്തത്. പുളിയുള്ള മാങ്ങയാണെങ്കിൽ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഈർപ്പമില്ലാത്ത നല്ലൊരു വൃത്തിയുള്ള കുപ്പിയിൽ നമുക്കിത് ഇട്ട് വെച്ച് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് വളരെ നാളുകൾ കേടുകൂടാതെ മാങ്ങ സൂക്ഷിക്കാവുന്നതാണ്.